നമസ്കാരം, ഞാൻ ദീപു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് 11ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഈ പുതിയ നമ്മൾ ആദ്യമായിട്ട് ഒരു ഈവൻറ്റോ ഒരു ഫംഗ്ഷനോ ഒരു വെഡ്ഡിങ്ങോ ഒക്കെ കവർ ചെയ്യാൻ പോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് മെയിനായിട്ട് ഇത് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഏത് ക്യാമറയാണ് ഒരു ഈവൻറ്റ് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കവർ ചെയ്യാൻ പോകുമ്പോൾ എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നെ അവർ പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കാനോണിൻ്റെ ബേസിക് മോഡലായിട്ടുള്ള 1100 1200 എൻട്രി ലെവലായിട്ടുള്ള 650D അങ്ങനെയുള്ള തുടങ്ങി എൻട്രി ലെവലും സെമി പ്രോ ആവാത്ത പല ക്യാമറകളും വെച്ച് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ, അതായത് പ്രൊഫഷണൽ എന്ന വാക്കിന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ വാങ്ങിച്ച്, അതായത് കാശ് വാങ്ങിച്ച് ചെയ്ത് ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് കൊടുക്കുന്നതിനെ ആണ്. അപ്പം നമുക്ക് സാധാരണ നമ്മുടെ ഫോട്ടോഗ്രാഫി നമ്മൾ പാഷനായിട്ട് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ സംതൃപ്തി മാത്രമാണ് പ്രശ്നം. അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, നമ്മൾ ആ ഫോട്ടോ എൻജോയ് ചെയ്യുന്നു, നമ്മളതിൻ്റെ സൗണ്ടും നമ്മളതിൻ്റെ അത് കണ്ട് എൻജോയ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് നമ്മളുടെ സംതൃപ്തിക്കാണ് അവിടെ പ്രസക്തി. പക്ഷേ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ, അതായത് ഒരു ക്ലയൻറ്റ് എന്ന് വേണം പറയാൻ, പൈസ മുടക്കി എടുക്കുന്ന ഒരാൾ അയാൾക്ക് സംതൃപ്തിപ്പെടുന്ന രീതിയിൽ, അയാൾക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം പ്രൊഫഷണലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇത് വരും. പിന്നെ ഫോട്ടോഗ്രാഫിന്ന് മാത്രമല്ല, ഏത് കാര്യത്തിനകത്തായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോഴോ എല്ലാം അതിൻ്റെ എക്സ്പേർട്ടുകളുടെ അടുത്താണ് പോകുന്നത്. ഇനി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള അവരുടെ ടൂൾസ് കാണും, അവർക്ക് ലാബ് കാണും, പല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിൽ എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം 1100 വെച്ച് എടുക്കാമോ എന്ന് ചോദിച്ചാൽ അത് വെച്ച് ഇപ്പോൾ താങ്കൾ തന്നെ അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്കത് വിഷമമാകുന്നുണ്ട് ഞാൻ ആ ചോദ്യം തിരിച്ച് ചോദിക്കാറില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പം നിങ്ങളാണ് ഒരാളെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഫോട്ടോ നമുക്ക് എത്രത്തോളം നല്ലതാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവരിപ്പോൾ പറയാം, ഞാൻ മൊബൈലിൽ എടുത്ത് തരട്ടെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇതെൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പം അതാണ് അതിനകത്തുള്ള ബേസിക് കൺസെപ്റ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള ക്വാളിറ്റിയുള്ള ചില സാധനങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും ചില സാഹചര്യത്തിലെങ്കിലും. അപ്പം പ്രത്യേകിച്ചും പാഷൻ അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആണ് ഇതിന് പ്രസക്തി വരുന്നത്. പാഷനാകുമ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാം. പക്ഷേ പ്രൊഫഷണൽ ആകുമ്പോൾ അത് ബഡ്ജറ്റ് മാത്രമല്ല പ്രശ്നം, അത് മറ്റൊരാളെ കൺവിൻസ്, അയാൾക്ക് കൂടെ തൃപ്തി വിടുന്ന രീതിയിൽ, പേ ചെയ്യുന്ന ആൾക്കൂടെ സംതൃപ്തി വിടുന്ന രീതിയിൽ ചെയ്യേണ്ടതുകൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പം അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇനി അതിനകത്ത് നമ്മളൊരു ഈവൻറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ഒരു ഫസ്റ്റ് ഷൂട്ട് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഈവൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഈവൻറ്റോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങോ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ കവർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇത് പലപ്പോഴും പലർക്കും പറ്റിയിട്ടുള്ളതും പറ്റാൻ സാധ്യതയായിട്ടുള്ള മിസ്റ്റേക്കെന്നോ അല്ലെങ്കിൽ പിന്നെ കൈപ്പിഴയെന്നോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അന്നേരത്തെ ആ ഒരു ഇതുകൊണ്ടോ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ എപ്പിസോഡ്. അപ്പോൾ ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്ന് കരുതി നമുക്ക് കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് എടുക്കേണ്ട രീതിയിൽ എടുക്കുക. അപ്പം മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും എന്ന് കരുതട്ടെ. ആദ്യമായിട്ട് നമ്മളിത് പോകുമ്പോൾ നമുക്ക് പറ്റിയാൽ ഒരു പ്രൊഫഷണലായിട്ടൊരു ഷൂട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ DSLR ക്യാമറ, ഒരു 2 ക്യാമറ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്, ഏത് സമയത്ത് വേണമെങ്കിലും അതിൻ്റെ പ്രവർത്തനം നിൽക്കാം പല സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഒരു 2 ക്യാമറ, ഒരു ക്യാമറ അല്ലാതെ ഒരു എക്സ്ട്രാ ബോഡിയും കൂടെ കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു 2 ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ല, ഞാൻ പറഞ്ഞതാണ്, എക്സ്ട്രാ പറ്റുകയാണെങ്കിൽ ഒരു 2 ക്യാമറ കരുതി വയ്ക്കുക. പിന്നെ അതിന് ശേഷം ഈ ലെൻസും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 18 അതായത് ബേസിക് വൈഡ് ആംഗിളായിട്ടുള്ള 18mm എന്ന് പറയുന്ന പോലെ 24-70 സ്റ്റാൻഡേർഡ് ഒരു ലെൻസ് സൂം റേഞ്ചാണ്.
അതിനുശേഷം 70-200. അപ്പോൾ അതൊരു ടെലി ലെൻസാണ്. അപ്പോൾ ഈ 2 ലെൻസ് ഉണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട റേഞ്ച് കവർ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അത് 2 പറ്റിയാൽ 2 ബോഡിയിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം ഇടയ്ക്ക് മാറ്റേണ്ടി വരും പല പല സാഹചര്യങ്ങളനുസരിച്ച്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ഇതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാറ്ററി എന്ന് പറയുമ്പോൾ 2-3 ബാറ്ററി, അത് ഫംഗ്ഷൻ്റെ പ്രാധാന്യം അനുസരിച്ച് എങ്കിലും പറയുകയാണ്, പറ്റിയാൽ 1-2 ബാറ്ററി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. 2-3 പറ്റിയാൽ 1-2 ബാറ്ററി അതിനകത്ത് കരുതി വയ്ക്കുക. അപ്പോൾ ആ ബാറ്ററി എന്ന് പറയുന്നത് തീർച്ചയായും തലേ ദിവസം തന്നെ റീചാർജ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഫുള്ളായിട്ട് റീചാർജ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു ഘടകമാണ് ഫ്ലാഷ്, എക്സ്റ്റേണൽ ഫ്ലാഷ്. അത് പ്രധാനപ്പെട്ട ഏത് ഈവൻറ്റുകൾക്കാണെങ്കിലും ലൈറ്റിൻ്റെ അഭാവം, കാരണം നമ്മൾ ഏത് തരത്തിലുള്ള റൂമിലാണോ ഏത് ലൈറ്റ് സാഹചര്യമാണെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ എക്സ്റ്റേണൽ ഫ്ലാഷ് ഒരു അത്യാവശ്യ ഘടകമാണ്. അതിനും അതുപോലെ 4 ബാറ്ററിയാണ് നോർമലായിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ഡിവൈസ് ഫ്ലാഷുകൾക്കും വരുന്നത്. അതിൻ്റെ തന്നെ ഒരു സെറ്റും കൂടെ മസ്റ്റായിട്ടും നമ്മൾ റീചാർജ് ചെയ്ത് വെക്കണം. ബാറ്ററി ഫുള്ളി റീചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററികൾ, അപ്പോൾ ബാറ്ററി എക്സ്ട്രാ വെച്ചിരിക്കണം. അതുപോലെ ക്യാമറ ബോഡിക്കായിട്ടായാലും എക്സ്ട്രാ ബാറ്ററീസ് കരുതി വെച്ചിരിക്കണം. ഇത് ആണ് ആദ്യമായിട്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള. ഇനി അതിന് ശേഷമാണ് മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 32 GB ഉണ്ട്, 64 GB ഉണ്ട്, അങ്ങനെ പല കപ്പാസിറ്റിയിലുണ്ട്. അപ്പോൾ മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 32 GB മിനിമം ഉള്ള അതോ 64 GB ഒക്കെയുള്ള അല്പം കപ്പാസിറ്റി കൂടിയത് തന്നെ കൊണ്ടുപോകണം. അതിൻ്റെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം എപ്പോഴും JPEG എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്, അതായത് എല്ലാവർക്കും അറിയാവുന്ന JPG എന്ന് പറയുന്ന JPEG ഫോർമാറ്റിലായിരിക്കും നമ്മളെല്ലാ ഫോട്ടോസും കാണുന്നത്. പക്ഷേ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മളൊരു ഈവൻറ്റോ കവർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ JPEG പ്ലസ് റോ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് റോ എന്ന് പറയുന്ന ഫോർമാറ്റ് അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ്. അതെന്ന് പറയുമ്പോൾ ഒരു ഫയൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20-25 MB ഫയൽ സൈസ് വരും. മറ്റേ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു JPEG ഫയൽ, സെയിം ഫയൽ നമുക്ക് ക്യാമറയ്ക്കകത്ത് തന്നെ കംപ്രസ് ചെയ്ത് കിട്ടുന്നത് ഒരു 3 MB to 4 MB അല്ലെ 4 to 6 MBക്കകത്ത് വരുന്ന ഈ ഫയൽ തന്നെ നമ്മൾ റോയിലെടുക്കുമ്പം RAW റോയിലെടുക്കുമ്പം ഏതാണ്ട് 20-25 MB വരും. അപ്പം ഇത്തരം ഫോട്ടോസ് വരുന്നതുകൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി ബാധിക്കും. ഇപ്പോൾ ഇടയ്ക്ക് DSLR വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഒരു 32 GB എങ്കിലും കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട ഷൂട്ട് അതിൽ തന്നെ റോയിലും കൂടെ ചെയ്യാൻ പറ്റും. അപ്പം റോയിൽ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ലൈറ്റിങ് കുറയുകയോ ലൈറ്റ് കുറവായിട്ട് വരികയോ എക്സ്പോഷർ കറക്റ്റായിട്ട് വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കളറും കോൺട്രാസ്റ്റും കുറേ കൂടെ അൺകംപ്രസ്ഡ് ഫോർമാറ്റായും ഹെവി ഫയൽസ് ആയതുകൊണ്ട് അത് വെച്ച് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും റോയിൽ ഷൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. റോ പ്ലസ് JPEG അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. പിന്നെ അതിന് ശേഷം ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായും കൊണ്ടുപോകണം. ട്രൈപോഡ് ഒരു അത്യാവശ്യമാണ്. പല സാഹചര്യങ്ങളിലും നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ ഭാരമുള്ള ക്യാമറയാണ്, ഒരുപാട് സമയം നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ട്രൈപോഡ് മസ്റ്റായിട്ടും കൊണ്ടുപോവുക. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള ഈവൻറ്റ് ഫോട്ടോഗ്രാഫിയിലും ഇതൊക്കെ പല സാഹചര്യങ്ങളും നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് ശേഷം പറ്റുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നെക്ക് സ്ട്രാപ്പ് അല്ലാതെ നെക്ക് കഴുത്തേ കൂടി ഇങ്ങനെ ഇടുന്ന ആ ഒരു ക്യാമറയുടെ കൂടെ കിട്ടുന്ന സ്ട്രാപ്പ് അല്ലാതെ സൈഡ് വൈസ് ഇടാൻ പറ്റുന്ന ഇങ്ങനെ ബാഗ് ഇടുന്നത് പോലെ, ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ, ഇത് ബ്ലാക്ക് റാപ്പിഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ബ്ലാക്ക് റാപ്പിഡ് RS7 എന്ന് പറഞ്ഞാണിത്. ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. നമുക്ക് നെക്ക് പെയിൻ കഴുത്തിനൊന്നും വേദന ഉണ്ടാകത്തില്ല. കുറേ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരത്തില്ല. പിന്നെ കൺവീനിയൻ്റ് ആണ്. സൈഡിലേക്ക് തൂക്കി ഒരു സേഫായിട്ട് ഇടുകയും ചെയ്യാം. കണ്ടാൽ അതിനൊരു പ്രൊഫഷണൽ ലുക്ക് വരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രാപ്പ് വാങ്ങിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കും. അത് കുറേ കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ മെമ്മറി കാർഡിൻ്റെ കാര്യം പറഞ്ഞു, ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള പറഞ്ഞു. നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ഈവൻറ്റ് പോയി ആ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് കണ്ടീഷൻ അതിനകത്ത് എങ്ങനെയാണ്. ഇപ്പോൾ വെഡ്ഡിങ് ആണെങ്കിൽ അത് നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്ത് എത്രത്തോളം ലൈറ്റുകളുണ്ട്, ഇരുണ്ടാണോ ഇരിക്കുന്നത്, നോർമലായിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ടെസ്റ്റായിട്ട് എടുത്ത് നോക്കുക. ടെസ്റ്റ് ഷോട്ടുകളായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കുക. എന്നിട്ട് നോക്കുക അതിനകത്ത് എക്സ്പോഷർ എങ്ങനെയാണ് സെറ്റ് എത്രയാണ് നമ്മുടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, ഒരുപാട് ഡാർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എന്നിട്ട് ഫ്ലാഷ് യൂസ് ചെയ്യുക. ഫ്ലാഷ് യൂസ് ചെയ്യുമ്പം ഒരുപാട് ഹൈറ്റുള്ള റൂഫാണെങ്കിൽ അത് ബൗൺസ് ചെയ്ത് വരത്തില്ല. അപ്പം അത് നേരെ വെച്ചിട്ട് എന്തെങ്കിലും ഡിഫ്യൂസർ മസ്റ്റായിട്ട്
ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഫ്ലാഷ് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഡിഫ്യൂസർ നമുക്ക് ഈ പറഞ്ഞ കിറ്റിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഡിഫ്യൂസർ. അതിന് ഉപയോഗം വരുന്നത് എവിടെ ഫ്ലാഷ് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഡിഫ്യൂസർ അത്യാവശ്യമായിട്ട് വരും. നമ്മൾ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോകും. പല 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 ചിത്രങ്ങൾ അവർ കൂടി നിൽക്കുന്നതും ആളുകൾ നിൽക്കുന്നതും കുട്ടികൾ കളിക്കുന്നതും എല്ലാം നമ്മളിങ്ങനെ ഫംഗ്ഷൻ എടുത്ത് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്ന. അതായത് ഇപ്പോൾ താലികെട്ട്, കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ താലികെട്ടുക, ഒരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ അതിനകത്ത് കുട്ടി കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ എത്രയും പ്രധാനപ്പെട്ടത്. അപ്പോൾ മാമോസ് ആണെങ്കിൽ അങ്ങനെയുള്ള എന്ത് ഫംഗ്ഷനാണോ അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം വരുമ്പം മിക്കവാറും ചില ആളുകൾ ആദ്യമായിട്ട് എടുക്കുമ്പോഴായിരിക്കും കാണുന്നത് മെമ്മറി ഫുള്ള് അല്ലെങ്കിൽ ബാറ്ററി ലോ. കാരണം എന്തോ അതിനു മുമ്പ് ആവശ്യമില്ലാതെ അവിടെ ഇവിടെ എല്ലാം പോയി ക്ലിക്ക് ചെയ്ത് എല്ലാം ഈ കാരണം നമ്മൾ ചെല്ലുന്ന ഉടനെ ആയിരിക്കത്തില്ല ഒരു ഫംഗ്ഷൻ്റെയും പ്രധാനപ്പെട്ട ഈ പരിപാടി നടക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ നേരം കഴിയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ബാറ്ററി ചെക്ക് ചെയ്യണം. ബാറ്ററി ചെക്ക് ചെയ്തിട്ട് ബാറ്ററിയും മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി നോക്കണം. മെമ്മറി കാർഡ് 16 GB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മെമ്മറി കാർഡ് അങ്ങ് മാറ്റുക, അതുപോലെ ബാറ്ററിയും മാറ്റുക. അന്നേരം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകും. മെയിൻ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് ബാറ്ററിയും ഇതും മാറ്റി ഫ്ലാഷിൻ്റെ ബാറ്ററി മാറ്റിയിടുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് അത്തരത്തിലുള്ള പിന്നെ ഒരു ഹർബറി പിന്നെ നമ്മൾ ബാഗ് തപ്പാനും ഇത് എടുക്കാനും മെമ്മറി കാർഡ് അന്വേഷിക്കാനും ഒക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടി അവിടെ കേക്ക് കട്ട് ചെയ്യും, അല്ലെങ്കിൽ വെഡ്ഡിങ് ആണെങ്കിൽ അവർ താലി കെട്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇതിന് കുറച്ച് മുമ്പ് തന്നെ ഇത് റീപ്ലേസ് ചെയ്ത് ഇടുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. എങ്കിലും ബാറ്ററിയുടെ കാര്യത്തിൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും മിക്കവാറും. പിന്നെ ബാറ്ററി പെട്ടെന്ന് തീരാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മൾ ഓരോ ഫോട്ടോ എടുത്തു കഴിയുമ്പോഴും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ഡിജിറ്റൽ ക്യാമറയിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ റിവ്യൂ ആയിട്ട് വരും. പിന്നെ നമുക്കത് കാണാൻ വേണ്ടി ആ ഫോട്ടോ നമുക്ക് ഉടൻ തന്നെ കാണാൻ വേണ്ടി അത് LCDക്കകത്ത് കാണും. അപ്പോൾ അത് 30 സെക്കൻഡ് 8 സെക്കൻഡ് അങ്ങനെ പല സമയത്ത് അതിൻ്റെ ഡ്യൂറേഷനും ഉണ്ട്. അപ്പം അതെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ഓഫാക്കി ഇടുക. ഓരോ ഷോട്ട് എടുത്തിട്ടും അതിൻ്റെ റിവ്യൂ അതെന്തോ കൊള്ളാമോ എന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് അതങ്ങ് ഓഫാക്കി ഇടുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ പ്ലേ ബട്ടൺ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എടുത്തിരിക്കുന്ന ഫോട്ടോ കൊള്ളാമോ കൊള്ളത്തില്ലെന്ന്. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ആ എക്സ്പോഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യം 3-4 ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കി തന്നെ എടുക്കണം. അപ്പോൾ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് എക്സ്പോഷർ മീറ്റർ എന്ന് പറയുന്ന പോലെ ഒരു സാധനം ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞു പോകും. അപ്പം 0 മൈനസ് പിന്നെ മൈനസ് പ്ലസ്. അപ്പം ഇതെപ്പോഴും ഒരു പ്ലസ്സിനടുത്തോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ എക്സ്പോസ് ആയിട്ട് പോകത്തില്ല, പടം ഒരുപാട് ഡാർക്ക് ആകത്തില്ല. അപ്പം ഈ വ്യൂ ഫൈൻഡറിൽ കൂടെ നമ്മളിങ്ങനെ പിന്നെ ക്യാമറ ഇങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് ആ റീഡിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മൈനസ് ആയിരിക്കും, ചില സമയത്ത് പ്ലസ്സിലേക്ക് വരും. അപ്പം അത് ശ്രദ്ധിച്ചോണം. അതെപ്പോഴും ഒരു പ്ലസ്സിലേക്ക് വരുന്നതായിരിക്കും ചിത്രം അണ്ടർ എക്സ്പോസ് ആവാതിരിക്കുന്നത്. പിന്നെ ക്യാമറ പിടിക്കുന്നതിനായാൽ പോലും ഇങ്ങനെ നല്ല പ്രൊഫഷണലായിട്ട് ക്യാമറ പിടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ പിടിച്ച് ലെൻസ് ചേഞ്ച് ചെയ്യുന്നതൊന്നും വരാതെ ഇങ്ങനെ കറക്റ്റായിട്ട് അടിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് വേണം ക്യാമറ കൈകാര്യം ചെയ്യാൻ. ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഈവൻ്റ് നടക്കുന്നിടത്ത് നമ്മൾ കഴിവതും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കണം. കാരണം ഒരിക്കലും തിരക്ക് പിടിച്ച് പോവുകയോ തിരക്ക് പിടിച്ച് ചെയ്താലൊന്നും നമുക്ക് അവിടെ എത്തിപ്പെടാനോ അപ്പം അന്നേരമെല്ലാം നമ്മൾ ആവശ്യമില്ലാതെ ടെൻസ്ഡായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എത്രയും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും സമാധാനമായിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് ചുറ്റി കാണുക. പറ്റുമെങ്കിൽ മൊത്തത്തിലൊന്ന് കറങ്ങി നടക്കുക. അതായത് അവിടെ എവിടെയൊക്കെയാണ് നല്ല ആംഗിൾ, എവിടെയൊക്കെയാണ് ഇത് ക്യാമറ വയ്ക്കാൻ പറ്റുന്നത്, ക്യാമറ എവിടെയൊക്കെ നിന്നെടുക്കാം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എങ്ങനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഒന്ന് കറങ്ങി കാണുക. പിന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എന്തൊക്കെയാണോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 ക്യാമറ എല്ലാവർക്കും എപ്പോഴും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കാം. എങ്കിൽ പോലും കൊണ്ടുപോകുന്ന ക്യാമറകൾ ഏതൊക്കെയാണോ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഗിയർ ഫോട്ടോഗ്രാഫിയുടെ ഇതെല്ലാം തലേ ദിവസം തന്നെ പ്രോപ്പറായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു സെറ്റാക്കി എൻ്റെ ചെക്ക് ലിസ്റ്റ് ആക്കി മൊത്തത്തിൽ മാറ്റി ഒരിടത്ത് പാക്ക് ചെയ്ത് വെക്കുക. രാവിലെ എടുത്ത് വയ്ക്കാം, പോകുന്നതിന് മുമ്പ് എടുത്ത് വയ്ക്കുക എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ മറക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോപ്പറായിട്ട് തലേ ദിവസം തന്നെ എടുത്ത് സെറ്റാക്കി വയ്ക്കുക, പോകുമ്പം എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിൽ. പിന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. പിന്നെ നമുക്ക് ഒരു ഇതായിട്ട് തോന്നുന്ന ആളുകളുടെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാത്ത രീതിയിലുള്ള ഡ്രസ്സായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഈവൻ്റ് പ്ലേസിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പം ഒരിടത്ത് തന്നെ നിന്ന് എടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതായത് നിങ്ങൾ നാണിച്ചു, അതായത് നമുക്ക് സ്വാഭാവികമായിട്ടും
പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളികൾക്കാന്ന് തോന്നുന്നു കുറേ കൂടുതലുള്ളത്. ലജ്ജ എന്ന് പറയുന്ന ഒരു ഇത് ഇങ്ങനെ അയ്യോ എങ്ങനെ അവിടെ പോയി എടുക്കുന്നത്, ഞാൻ എങ്ങനെ അതിനകത്തൂടെ പോകുന്നത്, ആളുകളുടെ ഇടയിൽ കൂടെ എങ്ങനെ ഞാൻ പോയി എടുക്കും, അവിടെ പോയി എങ്ങനെ എടുക്കും എന്നൊക്കെ ഒരു സഭാകമ്പം എന്ന് പറയുന്ന പോലെ കുറേ പേരെ അധികം ഒത്തിരി ഒരു ക്രൗഡിനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു നാണക്കേട് പോലെ, ഒരു നാണക്കേടെന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അത്തരം ഒരു വികാരം ചിലർക്കല്ല ഒട്ടുമിക്കവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ, അതിനെ തരണം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഒരിടത്തും തന്നെ നിന്ന് പിന്നെ എടുക്കാൻ ശ്രമിക്കരുത്. എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി നിന്നോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നു അങ്ങനെയുള്ള ഒരു രീതിയിലും നോക്കരുത്. കാരണം ഈ ഫോട്ടോസാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് തരത്തിലുള്ള ആംഗിൾ പോവാം, എവിടെ പോവാം, ചിലപ്പം എവിടെയെങ്കിലും തിട്ടപ്പുറത്ത് കയറി നിൽക്കേണ്ടി വരും, ചിലപ്പം തറയിൽ കിടന്നെടുക്കേണ്ടി വരും. അപ്പോൾ പല സാഹചര്യത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലും ആളുകളെ ശല്യപ്പെടുത്താത്ത രീതിയിലും അവിടെ ഇവിടെയും നമുക്ക് പോയി നിന്ന് എടുക്കണം. അതിനകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഒരിടത്ത് നിന്നുകൊണ്ട് എല്ലാ ഷോട്ടുകളും എടുക്കരുത്, കറങ്ങി എടുക്കണം. ചിലപ്പം പല ആംഗിളുകൾ മാറുമ്പോഴായിരിക്കും നല്ല ഷോട്ടുകൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഇവിടെയും പോയി നിന്ന് തന്നെ എടുക്കണം. അതിനകത്ത് ഒന്നും ഇരിക്കരുത്. പിന്നെ ലജ്ജിച്ച്, അതായത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയോ ചെയ്യരുത്. എവിടെയും പോയി എടുക്കണം. അതിനകത്ത് ഒരു ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ അതിന് പോവുകയേ ചെയ്യരുത്. ഇപ്പം പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ അതിന് പോകരുത്. അതായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും ഈ ഫോട്ടോ എടുക്കുമ്പോൾ, ഫസ്റ്റ് ഈവൻ്റ് എടുക്കുമ്പോൾ. പിന്നെ എക്സ്പോഷർ ഒരു രീതിയിലും ശരിയാവുന്നില്ല. എല്ലാം എടുത്തിട്ട് ഒന്നെങ്കിൽ ഓവറായിട്ട് പോകുന്നു, അല്ലെങ്കിൽ പിന്നെ അണ്ടർ എക്സ്പോസ് ആയി പോകും, അതായത് ഇരുട്ടായി പോകുന്നു. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒരു നിവൃത്തിയില്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഓട്ടോ മോഡുണ്ട്. ഓട്ടോ മോഡിലെടുത്ത് ഒരു വിധത്തിലെങ്കിലും അവർക്ക് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഈ പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യത്തിൽ അത് പ്രായോഗികമായിട്ടില്ല. കാരണം പ്രൊഫഷണൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പം അതിന് നിങ്ങൾക്ക് അത്യാവശ്യം ഗിയർ വേണം, പ്ലസ് നോളജ് വേണം. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ പ്രൊഫഷണൽ ആവൂ. അപ്പം അത് നിങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ട് വേണം ആ പ്രൊഫഷൻ സ്വീകരിക്കാൻ. എന്നാൽ മാത്രമേ ആ പ്രൊഫഷനിൽ നമുക്ക് ഉയർച്ചയും കൂടുതൽ ക്ലയൻറ്റുകളെയും കിട്ടും. ഇല്ലെങ്കിൽ ആ ഒരൊറ്റ ഷൂട്ടോടുകൂടി പിന്നീട് നമ്മളെ ആരും വിളിക്കാതെ വരും. അപ്പോൾ അതിന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ അയാളെ കൊണ്ട് പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ അതിൽ പ്രൊഫഷണലായിട്ടുള്ളവരെ മാത്രമേ നമ്മൾ പോകൂ. അപ്പം അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് മറ്റുള്ളവർക്ക്. ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ സാധനം ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ തീർച്ചയായും നമുക്ക് അതിന് വേണ്ടുന്ന ഗിയർ വേണം, അതിനനുസരിച്ചുള്ള സ്കില്ല് വേണം. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് എക്സ്ക്യൂസ് പറയാം. പക്ഷേ പൈസ വാങ്ങിച്ച് അതിനകത്ത് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് മാക്സിമം നീതി പുലർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊഫഷനായിട്ട് അത് കൊണ്ടുനടക്കാൻ പറ്റൂ. ഇനി വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു ഈവൻറ്റിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് 2-3 പേരെ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് ഫാമിലി ഷോട്ട്, ഗ്രൂപ്പ് ഷോട്ടുകൾ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എന്തായാലും അവരിപ്പോൾ മിക്കവാറും ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് പറയുമ്പോൾ അവരൊരു ആഹ്ലാദ നിമിഷങ്ങളിലായിരിക്കും അവർ നിൽക്കുന്നത്. ഒരു സന്തോഷം ആയിരിക്കും മിക്കവാറും എല്ലാവിധ ചടങ്ങുകൾക്കും, ഒട്ടുമിക്ക ചടങ്ങുകൾക്കും എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായി. അപ്പോൾ അവരന്നേരം നല്ല സന്തോഷത്തിലായിരിക്കും ക്ലയൻറ്റും ബന്ധുക്കളും എല്ലാം നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ 2 പേര്, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈഡ് ഷോട്ടുകൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇവർ ഒരു 3 പേരോ 4 പേരോ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പം സൈഡിൽ കൂടെ ആളുകൾ വന്ന് വീണ്ടും നിൽക്കും. അവർ പലരെയും വിളിക്കും, ബാ വന്ന് നിൽക്കുക എന്ന് പറയും. അപ്പം ഇത് വൈഡായി പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ടിരിക്കുന്ന ടെലി ലെൻസ് ആണെങ്കിൽ ആകെ നമുക്ക് 2 പേരെ മാത്രമേ ഫോക്കസ് ചെയ്യാൻ കിട്ടൂ. ബാക്കി എല്ലാം അങ്ങ് സൈഡിലേക്ക് പോകുന്നവരൊന്നും കിട്ടാതെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ 2 ക്യാമറ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരം വൈഡായിട്ടുള്ള ഒരു ലെൻസ് 18mm ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ എൽ സീരീസ് ലെൻസാണ് 24-70, 24-105 എന്ന് പറയുന്ന ലെൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ലെൻസ്. അപ്പോൾ ഇതെപ്പോഴും കരുതി വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോണം നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ പുറകോട്ട് പോകാൻ പറ്റാത്ത വരും. കാരണം ഓഡിറ്റോറിയത്തിലൊക്കെ സ്ഥലപരിമിതി, അല്ലെങ്കിൽ കസേര ഇട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജ് ആയിരിക്കും, ഇല്ലെങ്കിൽ ലൈറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പുറകോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പം പിന്നെ അതുകൊണ്ട് അതിനെല്ലാം നിങ്ങൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അതിന് വേണ്ടുന്ന വൈഡ് ആംഗിൾ ലെൻസ് അതെല്ലാം മാനസികമായിട്ടൂടെ തയ്യാറായിക്കോണം. ഇത്രയും അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ പോയി കുറേ ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ഷോട്ടുകൾ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എത്രത്തോളം വൈഡ് വരും, എത്ര പേരെ നിർത്താൻ ഉദ്ദേശം കിട്ടും, ഈ ഓഡിറ്റോറിയം മൊത്തം കവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ റൂം മൊത്തം കവർ ചെയ്യുന്നുണ്ടോ അല്ലെ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോയി പല ആംഗിളിൽ നിന്ന് എടുത്തു നോക്കണം. പിന്നെ വ്യൂ ആംഗിൾ എന്ന് പറയുന്നവരുണ്ട്. അതായത്
നമ്മളിപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മുടെ ഒരു ഐ ലെവലിന് വരുന്ന രീതിയിൽ എടുക്കണം. അപ്പം അവരുടെ ഇപ്പോൾ നിന്ന് നമ്മളിങ്ങനൊരു ആംഗിളിൽ നിന്ന് എടുക്കാതെ ക്രിയേറ്റീവ് ഷോട്ടിനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നോർമൽ എപ്പോഴും നമ്മുടെ ഒരു ഐ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഇപ്പം നീളം കൂടിയ ആളുകൾ ഒന്ന് കുനിയൊക്കെ ഒന്ന് ചെയ്ത് ചില സാധനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ഒരുപാട് പൊക്കത്തിൽ നിന്നുകൊണ്ടങ്ങ് എടുക്കാതെ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു അവർക്കൊരു വരുന്ന രീതിയിൽ എടുത്താലായിരിക്കും ഒരുവിധം വൃത്തിയുള്ള ചിത്രങ്ങൾ കിട്ടുന്നത്. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു യാത്ര പോകുന്നത് ഇങ്ങനെയുള്ളതിന് മുമ്പ് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് പോകാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ. ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. പലർക്കും അറിയാത്തതുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എന്തായാലും ഉടൻ തന്നെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഇപ്പോൾ കാണാം. ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത എനിക്കറിയാവുന്ന ടെക്നിക്സുകൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത്, അതായത് നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് എന്താണ് വേണ്ടത്, പോർട്രേറ്റിന് എങ്ങനെയാണ് വേണ്ടത്, പിന്നെ HDR എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ ബോക്കെ എഫക്റ്റ് അങ്ങനെയൊക്കെയുള്ള എനിക്കറിയാവുന്ന ട്രിക്കുകളും ടെക്നിക്സുകളും നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.